പറയാൻ അത് ഒരു ദിവസം കൊണ്ട് എന്നാ പിന്നെ ആ സിനിമയിലും കാസ്റ്റ് ചെയ്തിരിക്കുന്ന വലിയ ആൾക്കാരാണ്. പ്രേം നസീർ സാർ, സുമലത. അപ്പൊ നമ്മളിൽ നിന്ന് ഒറ്റ ജമ്പാണ് നേരെ നസീർ സാറിലേക്ക്. എന്ത് ചെയ്യുന്ന കോമഡിയാണ് കൊള്ളൂലല്ലേ? ഏറ്റവും നല്ലതാണ്. പിന്നെ അത് വേറെ ആയതുകൊണ്ട് ആൾക്കാർക്കൂടെ ഇഷ്ടമാവണം. എത്ര ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്താണ്? അപ്പൊ അതൊക്കെ മനുഷ്യർ കണ്ടുകൊണ്ടാണ് സുരേഷ് അഭിനയിക്കായിരുന്നത്. എനിക്കങ്ങനെ മാനവും മര്യാദയായിട്ട് ജീവിക്കുക. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്റെ ജോലി ഇല്ലാതാക്കരുത്. അല്ലേ ഞാൻ പറയുന്നത്. നീ ഒരു പുല്ലും പറയണ്ട. നമ്മളാരും കണ്ടിട്ടില്ല. ഷൂട്ട് ചെയ്യും. ലാലിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലാലും എന്റെ വീടിന്റെ മുകളിലത്തെ പടിക്കട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ല ആദ്യം കണ്ടി നമ്മൾ തന്നെ അത് പോട്ടെ. അല്ല, ഷോട്ടിൽ അഭിനയിച്ചോണ്ടിരിക്കും തൊടുപുഴ ഒരുപാട് സ്ഥലത്ത്. അറിഞ്ഞു. കൂടുതലും നമ്മളെ ശിക്ഷിക്കാൻ വരുന്ന വക്കീലാണ്. അപ്പൊ അവന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ അതിന്റെ ഉള്ളിൽ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. സുരേഷൻ പിന്നെ വലിയ ഭയങ്കര സക്സസ്ഫുൾ. ആറാം തമ്പുരാൻ എന്നൊക്കെയുള്ള സിനിമ മലയാള സിനിമ ചരിത്രത്തിൽ വലിയ സംഭവമായി മാറിയ സിനിമകളല്ലേ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. സന്തോഷത്തിലിരിക്കുകയാണ്. പിന്നെ സുരേഷിന് തീർച്ചയായിട്ടും അവന് മനസ്സിലൊരു ആനന്ദം ഉണ്ടാവുമല്ലോ. അവൻ കൊണ്ടുവന്ന ആൾക്കാർ ക്ലാപ്പ്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും വാരിക്കോരി കൊടുക്കുന്ന കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു താല്പര്യം. പിന്നെ പ്രൊഡക്ഷനിലോട്ട് അങ്ങ് നീങ്ങിയോടുകൂടി അതെല്ലാം വിട്ടു. അല്ലെങ്കിൽ ഇന്ന് പ്രിയനൊന്നും ഇവിടെ ഇരിക്കില്ല. ഞാനല്ലേ ഡയറക്ടർ. അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ. എനിക്കൊരു അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീനുണ്ടായിരുന്നു. അതോട്ട് ചോറുന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ശാപം. പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. ഇതിനകത്ത് പറയാൻ അത് ഒരു ദിവസം കൊണ്ട് എന്നാ പിന്നെ ആ സിനിമയിലും കാസ്റ്റ് ചെയ്തിരിക്കുന്ന വലിയ ആൾക്കാരാണ്. പ്രേം നസീർ സാർ, സുമലത. അപ്പൊ നമ്മളിൽ നിന്ന് ഒറ്റ ജമ്പാണ് നേരെ നസീർ സാറിലേക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് മറിമായും നേരെ നസീർ സാറിലേക്ക്. പക്ഷെ സാറൊക്കെ വളരെയധികം അദ്ദേഹത്തിനൊക്കെ വളരെ ചെറുപ്പക്കാരായിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങി. സാറ് പലയിടത്തും പറയാനായിരുന്നു അവരൊക്കെ നല്ല പിള്ളേർ, കൊച്ചു പിള്ളേരാണ്. കോളേജിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ഇപ്പോൾ പിള്ളേരാണെന്നും പറഞ്ഞിട്ട് സാറിന് നമ്മളെ കുറിച്ചൊക്കെ വലിയൊരു അപ്രീസിയേഷൻ ആയിരുന്നു. ഞാനൊക്കെ സാറിന്റെ വലിയ ഫാനായിരുന്നു. നീ എപ്പോഴാണ് എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി ഒരു ആക്ടറിന് ഒരു ഭാഗ്യമാണ് നല്ല റോളുകൾ കിട്ടുക എന്നുള്ളത്. അപ്പോൾ 100 റോളിൻ്റെ അകത്ത് 60 റോളുകൾ നന്നായാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അത് വേറെ ആയതുകൊണ്ട് ആൾക്കാർക്കൂടെ ഇഷ്ടമാവണം. എത്ര ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്താണ്? അപ്പോൾ അതൊക്കെ മനുഷ്യർ കണ്ടുകൊണ്ടാണ് സുരേഷ് അഭിനയിക്കായിരുന്നത്. അമാവാസിയിലായിരുന്നു നോമിന്റെ ജനനം. ഓ, ദൈവം കഴിവ് തന്നു, കളർ തന്നില്ല. ഇത്രയും ചെറിയൊരു അങ്ങനെ ഒരു താല്പര്യമില്ലാതെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. സുരേഷ് അല്ല സാറ് ഷോട്ട് എടുത്തോണ്ട് അല്ല ഷോട്ടിൽ അഭിനയിച്ചോണ്ടിരിക്കും. തൊടുപുഴ ഒരുപാട് സ്ഥലത്ത്. അറിഞ്ഞു. കൂടുതലും നമ്മളെ ശിക്ഷിക്കാൻ വരുന്ന വക്കീലാണ്. അപ്പൊ അവന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ അതിന്റെ ഉള്ളിൽ എങ്ങനെയോ രക്ഷപ്പെട്ടു. അല്ല, സുരേഷൻ പിന്നെ വലിയ ഭയങ്കര സക്സസ്ഫുൾ. ആറാം തമ്പുരാൻ എന്നൊക്കെയുള്ള സിനിമ മലയാള സിനിമ ചരിത്രത്തിൽ വലിയ സംഭവമായി മാറിയ സിനിമകളല്ലേ. ഇതെന്ത് മറിമായും തളർന്നിരിക്കുകയാണ് അത് കേട്ടിട്ട്. സന്തോഷത്തിലിരിക്കുകയാണ്. പിന്നെ സുരേഷിന് തീർച്ചയായിട്ടും അവന് മനസ്സിലൊരു ആനന്ദം ഉണ്ടാവുമല്ലോ. അവൻ കൊണ്ടുവന്ന ആൾക്കാർ കാര്യമായിട്ട് ക്ലാപ്പ്. അല്ല, ഒരു നമുക്കൊക്കെ സന്തോഷം ഉണ്ടല്ലോ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഞാനിപ്പോ ഒരു സിനിമ അഭിനയിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ മണിയൻ പിള്ള രാജുവിനെ ഞാൻ മനസ്സിൽ ആലോചിക്കും. കാര്യം അദ്ദേഹമാണല്ലോ എനിക്ക് ആദ്യം ഒരു അഭിനയിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു. അതുപോലെ നീ എന്നെ കൂടെ ആലോചിച്ചോണ്ട് തീർച്ചയായിട്ടും ഞാൻ ആലോചിക്കാറുണ്ട്. അമാവാസിയിലായിരുന്നു നോമിന്റെ ജനനം. ഓ, ദൈവം കഴിവ് തന്നു,
കളർ തന്നില്ല. ഇത്രയും ചെറിയൊരു ബ്രാഹ്മണനെ മോശമായിട്ട് പറഞ്ഞല്ല, സുരേഷ് കുമാറൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സന്ദർഭങ്ങളിലല്ല അല്ല, അത് ഞാനെപ്പോഴും പറയും, ഒരു ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ത്യാഗരാജ എന്ന് മനസ്സിലാലോചിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ചില ഗുരുക്കൾ ഉണ്ടാവും നമുക്ക് എപ്പോഴും, അത് വളരെ ഒരു important. ഗുരുസ്ഥാനിയാണ്. അങ്ങനെ ഗുരുസ്ഥാനി എന്ന് പറയുന്നില്ല, അല്ല, എന്തായാലും ഞങ്ങളുടെ തിരക്കേടില്ലാത്തൊരു പൊസിഷൻ നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഇറ്റ് വാസ് എ വെരി ഗുഡ് ടീം വർക്ക് കേട്ടോ. അത് തന്നെയാണ് ഞാൻ സിനിമകളുടെ സക്സസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക്. പലരും ചോദിക്കും, നിങ്ങൾക്കൊരു സ്ഥിരമായ ഒരു ടീമാണല്ലോ, എന്താ മാറ്റാത്തത്? ഈ വെണ്ണയുണ്ടെങ്കിൽ നിർന്നായി വേറിട്ട് കരുതണമോ എന്ന് പറയുന്ന പോലെ എനിക്കിഷ്ടമുള്ള ആൾക്കാർ മുഴുവനുണ്ട്. അവരെനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നു. അപ്പം മറ്റൊരാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. അവരൊന്നും ഇല്ലെങ്കിൽ മാത്രം മറ്റൊരാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളൂ. ലാലേട്ടൻ മറ്റുള്ളവരെടുക്കുന്ന എഫർട്ടിനെ കുറിച്ച് പറഞ്ഞു. ലാലേട്ടൻ്റെ ഓരോരോ സിനിമയ്ക്കായിട്ട് എടുത്തിരുന്ന ഒരു അത്രയും വിശദമായിട്ട് ഇപ്പോൾ പോകുന്നില്ല, ഇതെല്ലാം സൗഹൃദം. പക്ഷേ സംസ്കൃതം, അത് ഞങ്ങൾക്ക് സംസ്കൃതം ചോദിക്കാൻ പ്രത്യേക താല്പര്യമുണ്ട്. ജനൻ ടി വിയുടെ ആദ്യത്തെ സംസ്കൃതം വാർത്ത ವಾಯಿಸಿದ ಲಾಲೇಟನಾണ്. ಕೆಲವು ದಿವಸಗಳಿಂದ ಇಲ್ಲಿ ಕಳ್ತನ ನಡೀತಾ ಇದೆ. ಅದು ಸಂಬಂಧಪಟ್ಟ ಆಳಾಗಿರ್ಬೇಕು ಇವನು. ಅವರೊಂದು ತಪ್ಪು ಮಾಡಿಯೇನೆ, ಕ್ಷಮಿಸಬೇಕು. ಇವನ್ ತುಂಬಾ ಕೆಟ್ಟವನು. ನಮ್ಮ ವಯಸ್ಸೇನು, ನನ್ನ ಹತ್ರನೇ ಬಂದು ಬೇಡಿದ ಮಾತೆಲ್ಲ ಮಾತಾಡಿದಾನೆ. ನನ್ನ ಅಂಗಡಿಗೆ ಬಂದ್ ಕೂಡ ഈയിടെ ഇത് കാണിച്ചു, വാർഷികം പ്രമാണിച്ച് ഞങ്ങളുടെ സംസ്കൃത വാർത്തയുടെ വാർഷികവും വരികയാണ് ഒക്ടോബർ 2-ന്. കർണൻ ഇതൊരു അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ അങ്കിൾ.